ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബബിൾ എറർ എന്താണെന്നും അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അവസാനമായിട്ടൊരു പ്രോബ്ലം തന്നിരുന്നു. ആ പ്രോബ്ലം ചെയ്യാൻ കുറച്ചുകൂടി കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രോബ്ലമാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറയാൻ പോകുന്നത്. അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം. Question: With the following data in 6 cities, calculate the coefficient of correlation by Pearson methods between density of population and the death rate. ഈ ചോദ്യത്തിൽ നമ്മളോട് പറയുന്നത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാനാണ്. ഏതൊക്കെ വേരിയബിൾസിൻ്റെ? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ്റെയും ഡെത്ത് റേറ്റിൻ്റെയും, അതായത് ജനസാന്ദ്രതയും മരണനിരക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, കോറിലേറ്റഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ രണ്ട് വേരിയബിൾസ് എന്ന് പറയുന്നത് ഒന്ന് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനാണ്, രണ്ടാമത്തത് ഡെത്ത് റേറ്റ് ആണ്. എക്സ് വേരിയബിൾ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്, വൈ വേരിയബിൾ എന്ന് പറയുന്നത് ഡെത്ത് റേറ്റ് ആണ്. അപ്പോൾ അത് രണ്ടും ഡയറക്റ്റ് നമുക്ക് തന്നിട്ടില്ല. ഡെൻസിറ്റി ഇത്രയാണ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എക്സ് വേരിയബിളും വൈ വേരിയബിളിൻ്റെയും വാല്യൂസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൻസിറ്റി കാണുകയെന്ന് വെച്ചാൽ എങ്ങനെയാണ്? ജനസാന്ദ്രത എങ്ങനെ കാണുക? അത് കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പോൾ പോപ്പുലേഷൻ 30 ആണെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 150. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡെത്ത് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ, അതായത് 300 ഡിവൈഡഡ് ബൈ 30. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മളുടെ ഡെത്ത് റേറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഡെൻസിറ്റി അല്ലെങ്കിൽ എക്സ് വേരിയബിളിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ. പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ 30/150. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.2 ആയിരിക്കും. അങ്ങനെ 0.2 കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പോയിൻ്റ് വാല്യൂസ് കിട്ടുമ്പോൾ അതിനെ നമ്മൾ ഡിജിറ്റ് വാല്യൂസ് ആക്കി മാറ്റാം, 1 ഡിജിറ്റ് ആക്കി മാറ്റുക. അപ്പോൾ 1 ഡിജിറ്റ് ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം? അതിനെ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 0.2നെ 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് കിട്ടും? 1 ഡിജിറ്റ് നമ്പറായിട്ട് കിട്ടും. 0.2 മാറിയിട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് 2 കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് ആദ്യം 2 കിട്ടും. പിന്നെ എത്ര കിട്ടും? 90/180 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും, 4 കിട്ടും, 7 കിട്ടും, 6 കിട്ടും, 3 കിട്ടും. അത് 0.2 അല്ലെങ്കിൽ 0.5 അല്ലെങ്കിൽ 0.4, 0.7, 0.6, 0.3 വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ഇങ്ങനെ പോയിൻ്റ് ഇല്ലാതാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി സൗകര്യം, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ പോയിൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിരിക്കും. പക്ഷേ നമുക്ക് പോയിൻ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനെ 10 കൊണ്ട് ഗുണിച്ചിട്ട് പോയിൻ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിരിക്കും. ഡെൻസിറ്റീൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടി, എക്സ് വേരിയബിളിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി അടുത്തതായിട്ട് എന്ത് കാണാം? ഡെത്ത് റേറ്റ് കാണാം. ഡെത്ത് റേറ്റിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ വൈ വേരിയബിളിൻ്റെ വാല്യൂസ് കാണാം. ഡെത്ത് റേറ്റ് കാണാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 30 10, 1440 ഡിവൈഡഡ് ബൈ 90 16, 14, 20, 17, 13. അപ്പോൾ നമുക്ക് എക്സ് വേരിയബിളിൻ്റെ വാല്യൂസും വൈ വേരിയബിളിൻ്റെ വാല്യൂസും കിട്ടി. ഇനി നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഡി എക്സ് കാണാം, ഡി വൈ കാണാം, ഡി എക്സ് ഡി വൈ കാണാം, ഡി എക്സ് സ്ക്വയർ കാണാം, ഡി വൈ സ്ക്വയർ കാണാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുക? ഡി എക്സ് കാണാം. ഡി എക്സിൽ ഇവിടെ നമ്മളൊരു അസ്യൂംഡ് ആവറേജ് ആയിട്ട് നമ്മൾ എന്തെടുത്തു? 4 എന്നുള്ള വാല്യൂ എടുത്തു. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു എക്സ് -4. അപ്പോൾ 2 - 4 -2 അങ്ങനെ വരും. -2 1 0 3 2 -1. ടോട്ടൽ ഇത് എത്ര കിട്ടും? -3 കിട്ടും. അപ്പോൾ ഡി വൈ കോളത്തിൽ നമ്മൾ 16 ഒരു അസ്യൂംഡ് ആവറേജ് ആയിട്ട് എടുത്തു. അപ്പോൾ ഡി വൈ ഈക്വൽ ടു വൈ -16. അപ്പോൾ 10 - 16 ഈക്വൽ ടു -6. അപ്പോൾ താഴോട്ട് അങ്ങനെ വരും. -6 0 -2 4 1 -3. അപ്പോൾ ടോട്ടൽ ചെയ്താൽ -6 കിട്ടും ഡി വൈ കോളത്തിൽ. പിന്നെ എന്താണ്? ഡി എക്സ് ഡി വൈ കോളം. അപ്പോൾ ഡി എക്സ് ഇൻറ്റു ഡി വൈ, അതായത് -2 ഇൻറ്റു -6. അപ്പോൾ ടോട്ടൽ ചെയ്താൽ ഡി എക്സ് ഡി വൈ കോളത്തിൽ എത്ര കിട്ടും? -2 ഇൻറ്റു -6 12 0 0 12 2 3. അപ്പോൾ അത് ടോട്ടൽ ചെയ്താൽ 29 കിട്ടും. നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഡി എക്സ് സ്ക്വയർ കാണാം. അപ്പോൾ ഡി എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ -2 സ്ക്വയർ 4 1 0 9 4 1. ടോട്ടൽ ചെയ്താൽ 19 കിട്ടും. പിന്നെ ഡി വൈ സ്ക്വയർ എന്ന് വെച്ചാൽ -6ൻ്റെ സ്ക്വയർ. അപ്പോൾ 36 0 4 16 1 9. ടോട്ടൽ ചെയ്താൽ 66 കിട്ടും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കണ്ടുവച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിലേക്ക് ഇത് അപ്ലൈ ചെയ്താൽ മാത്രം മതി.
R equal to n sigma dx dy minus sigma dx into sigma dy divided by root of n sigma dx square minus sigma dx all square into root of n sigma dy square minus sigma dy all square. അപ്പോൾ n എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. 6 ഇൻറ്റു 29 മൈനസ് 3 ഇൻറ്റു മൈനസ് 6 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 6 ഇൻറ്റു 19 മൈനസ് 3 ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 6 ഇൻറ്റു 66 മൈനസ് 6 സ്ക്വയർ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 6 ഇൻറ്റു 29 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 174 കിട്ടും. 174 മൈനസ് 18 അപ്പോൾ ഈക്വൽ ടു 192 കിട്ടും. ഡിവൈഡഡ് ബൈ റൂട്ട് 105 ഇൻറ്റു റൂട്ട് 360 ഈക്വൽ ടു എത്ര കിട്ടും? മൈനസ് 0.98 ആണ് നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇവിടെ കിട്ടുക. നെക്സ്റ്റ് റാങ്ക് കോറിലേഷൻ. When the values of two variables are expressed in ranks and therefrom correlation is obtained, that correlation is known as rank correlation. റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കോറിലേഷൻ ഒബ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം? റാങ്ക് കോറിലേഷൻ ആണെന്ന് പറയാം. അതായത് നമ്മൾ പറയുന്ന രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് റാങ്കിൽ എക്സ്പ്രസ് ചെയ്യുകയും റാങ്ക് യൂസ് ചെയ്തുകൊണ്ട് കോറിലേഷൻ ഒബ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? റാങ്ക് കോറിലേഷൻ ആണ് എന്ന് പറയാം. എല്ലാ കേസിലും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിൽ മെഷർമെൻറ്റ് നടത്താൻ സാധിക്കണമെന്നില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റലിജൻസ്, അതേപോലെ തന്നെ ബ്യൂട്ടി, ഇതൊന്നും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് അളക്കാൻ പറ്റണമെന്നില്ല, അളക്കാൻ കഴിയില്ല, മെഷർ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമ്മൾ റാങ്കുകൾ ഉപയോഗിക്കുന്നത്. അത്തരം റാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം? റാങ്ക് കോറിലേഷൻ ആണ് എന്ന് പറയാം. റാങ്ക് കോറിലേഷൻ ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്സ്, അതായത് റാങ്കുകളുടെ ഡിഫറൻസിനെയാണ് നമ്മൾ ഡി എന്ന് പറയാം. അപ്പോൾ റാങ്ക് കോറിലേഷൻ കാണാനുള്ള ഇക്വേഷനാണ് 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ക്വസ്റ്റ്യൻ: The ranking of 10 individuals at the start and at the finish of a course of a training are as follows. Individuals A, B, C, D, E, F, G, H, I, J. Rank before 1, 6, 3, 9, 5, 2, 7, 10, 8, 4. Rank after 6, 8, 3, 2, 7, 10, 5, 9, 4, 1. Calculate Spearman's rank correlation coefficient. നമ്മളോട് ഇവിടെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്, റാങ്ക് ബിഫോറും റാങ്ക് ആഫ്റ്ററും തന്നിട്ടുണ്ട്. നമ്മളിവിടെ റാങ്ക് കാണേണ്ട ആവശ്യമില്ല, ഇവിടെ ഡയറക്റ്റ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റാങ്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ റാങ്ക് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ റാങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള റാങ്ക് ബിഫോറും റാങ്ക് ആഫ്റ്ററും എടുത്തെഴുതാം. അതിനുശേഷം നമുക്ക് റാങ്ക് ഡിഫറൻസ്, ഈ തന്നിട്ടുള്ള രണ്ട് റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഡി കാണാം. അപ്പോൾ റാങ്ക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിട്ടുള്ള രണ്ട് റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ റാങ്ക് ബിഫോറിൽ 1 ആണ്, റാങ്ക് ആഫ്റ്ററിൽ എത്രയാണ്? 6 ആണ്. അപ്പോൾ 1 മൈനസ് 6 5. അപ്പോൾ അവിടെ നെഗറ്റീവും പോസിറ്റീവും ഒന്നും കൺസിഡർ ചെയ്യേണ്ട, അവിടെ നെഗറ്റീവ് വാല്യൂ ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആണോ എന്നൊന്നും കൺസിഡർ ചെയ്യേണ്ട. 1 നിന്ന് 6 കുറച്ച് എത്രയാണ്? 5. അപ്പോൾ 5 എടുത്ത് എഴുതുക. 6 നിന്ന് 8 കുറച്ച് 2 എടുത്ത് എഴുതുക. അപ്പോൾ അങ്ങനെ കുറയ്ക്കുക. അപ്പോൾ 0 7 2 8 2 1 4 3 കിട്ടും. അപ്പോൾ റാങ്കിൻ്റെ ഡിഫറൻസ് 5 2 0 7 2 8 2 1 4 3 കിട്ടും. ഇനി അതെന്ത് ചെയ്യുക? ആ കിട്ടിയിട്ടുള്ള റാങ്കിൻ്റെ ഡിഫറൻസിനെ, അതായത് ഡിനെ നമ്മൾ ഡി സ്ക്വയർ ആയിട്ട് കാണാം. അടുത്ത കോളത്തിൽ ഡി സ്ക്വയർ കാണാം, ആ കിട്ടിയിട്ടുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ. അപ്പോൾ 5ൻ്റെ സ്ക്വയർ 25, 2ൻ്റെ സ്ക്വയർ 4, അങ്ങനെ പോവാം. 25 4 0 49 4 64 4 1 16 9. അപ്പോൾ ആ കിട്ടിയിട്ടുള്ള ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ കാണാം, അതായത് സിഗ്മ ഡി സ്ക്വയർ കാണാം. എത്ര കിട്ടുക? 176 കിട്ടും. സിഗ്മ ഡി സ്ക്വയർ നമുക്ക് 176 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനിലേക്ക് ഇത് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്? 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. അപ്പോൾ 1 മൈനസ് 6 ഇൻറ്റു 176 ഡിവൈഡഡ് ബൈ 10 ആണ് n. അപ്പോൾ 10 ഇൻറ്റു 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100. 100 മൈനസ് 1. അപ്പോൾ എങ്ങനെയാണ് വരിക? 6 ഇൻറ്റു 176 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1056. അപ്പോൾ 1 മൈനസ് 1056 ഡിവൈഡഡ് ബൈ 990. അപ്പോൾ ഈക്വൽ ടു 1 മൈനസ് 1.07.
അപ്പോൾ 1-ൽ നിന്നും 1.07 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് -0.07 ആയിരിക്കും. അപ്പം -0.07 ആയിരിക്കും നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10 competitors in a beauty contest are ranked by 3 judges in the following order. First judge 1, 6, 5, 10, 3, 2, 4, 9, 7, 8. Second judge 3, 5, 8, 4, 7, 10, 2, 1, 6, 9. Third judge 6, 4, 9, 8, 1, 2, 3, 10, 5, 7. Use the correlation coefficient to discuss which pair of judges have nearest approach to common taste in beauty. ഇവിടെ 3 ജഡ്ജുകളെ ബ്യൂട്ടി കോൺടെസ്റ്റിൽ ജഡ്ജ് ചെയ്തിട്ടുള്ള റാങ്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ റാങ്ക് തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ, ബന്ധമുണ്ടോ എന്ന് സ്റ്റഡി ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എങ്ങനെ കാണണം? റാങ്ക് കോറിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് കാണണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ 3 ജഡ്ജുകളുടെ റാങ്ക് തന്നതുകൊണ്ട് തന്നെ 3 ജഡ്ജുകളുടെ റാങ്ക് ഒരുമിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് ജഡ്ജും സെക്കൻഡ് ജഡ്ജും ആയിട്ടുള്ള റാങ്ക് കാണണം. പിന്നെ ഫസ്റ്റ് ജഡ്ജും തേർഡ് ജഡ്ജും ആയിട്ടുള്ള റാങ്ക് കാണണം. പിന്നെ എന്ത് കാണണം? സെക്കൻഡ് ജഡ്ജും തേർഡ് ജഡ്ജും ആയിട്ടുള്ള റാങ്ക് കാണണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഫസ്റ്റ് ജഡ്ജും സെക്കൻഡ് ജഡ്ജും. അപ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ജഡ്ജിൻ്റെ റാങ്ക് സെക്കൻഡ് ജഡ്ജിൻ്റെ റാങ്ക് നമ്മൾ എടുത്തെഴുതുക. ഇനി അടുത്തത് എന്ത് ചെയ്യുക? ആ 2 ജഡ്ജുകളുടെ റാങ്ക് തമ്മിലുള്ള ഡിഫറൻസ് കാണാം, അതായത് ഡി കാണാം. അപ്പോൾ 1 - 3 2, 1 3 6 4 8 2 8 1 1 കിട്ടും റാങ്കിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ഡി. ഇനി അതെന്ത് ചെയ്യുക? ഡി സ്ക്വയർ കാണാം. അപ്പം 4 1 9 36 16 64 4 64 1 1 കിട്ടും. ടോട്ടൽ ചെയ്താൽ സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 200 കിട്ടും. ഇനി എന്ത് ചെയ്യുക? റാങ്ക് കോറിലേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ റാങ്ക് കോറിലേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n × n സ്ക്വയർ - 1. അപ്പോൾ 1 - 6 × 200 ഡിവൈഡഡ് ബൈ 10 × 100 - 1. അപ്പോൾ 1 - 1.21 ആണ് കിട്ടുക. അപ്പോൾ 1 - 1.21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -0.21 ആയിരിക്കും. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യാം? ഫസ്റ്റ് ജഡ്ജും തേർഡ് ജഡ്ജും ആയിട്ടുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഫസ്റ്റ് ജഡ്ജിൻ്റെ തേർഡ് ജഡ്ജിൻ്റെ റാങ്കുകൾ എടുത്തെഴുതുക. എന്നിട്ട് റാങ്കിൻ്റെ ഡിഫറൻസ് കാണുക, അതായത് ഡി കാണുക. അപ്പോൾ 1 - 6 5, 6 - 4 2, 4 2 2 0 1 1 2 1. അപ്പോൾ ഇനി അതിൻ്റെ ഡി സ്ക്വയർ കാണാം. അപ്പോൾ 25 4 16 4 4 0 1 1 4 1. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 60 കിട്ടും. റാങ്ക് കോറിലേഷൻ 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n × n സ്ക്വയർ - 1 എന്ന് പറഞ്ഞിട്ട് 1 - 6 × 60 ഡിവൈഡഡ് ബൈ 10 × 100 - 1. അപ്പോൾ 1 - 0.364 കിട്ടും. അപ്പോൾ 0.636 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആയിട്ട് കിട്ടുക. നെക്സ്റ്റ് സെക്കൻഡ് ജഡ്ജ് ആൻഡ് തേർഡ് ജഡ്ജ്. അപ്പോൾ സെക്കൻഡ് ജഡ്ജിൻ്റെ തേർഡ് ജഡ്ജിൻ്റെ റാങ്ക് എടുത്ത് എഴുതുക. ഇനി റാങ്കിൻ്റെ ഡിഫറൻസ് കാണാം. 3 - 6 3 1 1 4 6 8 1 9 1 2. ഇനി ഡി സ്ക്വയർ കാണാം. ഡി സ്ക്വയർ 9 1 1 16 36 64 1 81 1 4. അപ്പോൾ ടോട്ടൽ സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 214 കിട്ടും. റാങ്ക് കോറിലേഷൻ ഈക്വൽ ടു 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n × n സ്ക്വയർ - 1. 1 - 6 × 214 ഡിവൈഡഡ് ബൈ 990 ഈക്വൽ ടു 1 - 1.30 ഈക്വൽ ടു -0.30 ആണ് കിട്ടുക. നെക്സ്റ്റ് റിപ്പീറ്റഡ് റാങ്ക് ഓർ ടൈ ഇൻ റാങ്ക്. അതായത് 2 റാങ്കുകൾ ഒരുമിച്ച് വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. 1 - 6 × സിഗ്മ ഡി സ്ക്വയർ പ്ലസ് m³ - m ഡിവൈഡഡ് ബൈ 12 ഓൾ ഡിവൈഡഡ് ബൈ n × n സ്ക്വയർ - 1. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് വാല്യൂ റിപ്പീറ്റ്സ്, അതായത് എത്ര ടൈമാണ് ഓരോ വാല്യൂവും റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് m കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒബ്റ്റെയിൻ ദി റാങ്ക് കോറിലേഷൻ coefficient for the following data: x 68 64 75 50 64 80 75 40 55 64, y 62 58 68 45 81 60 68 48 50 70. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് റാങ്ക് കോറിലേഷനിലൂടെ ചെയ്യാമെന്ന് നോക്കാം.
ആദ്യം എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് എടുത്തെഴുതുക. അപ്പോൾ എക്സിൻ്റെയും വാല്യൂസും എടുത്തെഴുതിയതിന് ശേഷം എക്സിനെയും വൈനെയും റാങ്ക് ചെയ്യാം. അപ്പോൾ എക്സിന് നേരെ റാങ്ക് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എക്സിൽ തന്നിട്ടുള്ള വാല്യൂസിനെ നമ്മൾ റാങ്ക് ചെയ്യാം. എങ്ങനെയാണ് റാങ്ക് ചെയ്യുക? അത് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ റാങ്ക് ചെയ്യാം. അതായത് അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് നമുക്ക് റാങ്ക് ചെയ്യാം. അപ്പോൾ റാങ്ക് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലുത് എത്രയാണെന്ന് നോക്കാം. എക്സിൽ തന്നിട്ടുള്ള ഏറ്റവും വലിയ വാല്യൂ എത്രയാണെന്ന് നോക്കാം. 80 ആണ്. 80 ആണ് ഏറ്റവും വലിയ വാല്യൂ എക്സിൽ. അപ്പോൾ 80ന് നേരെ 1 എന്ന് റാങ്ക് ഇടുക. റാങ്ക് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കോളത്തിൽ 80ന് നേരെ 1 എന്ന് റാങ്ക് ഇടുക. 80ന് ശേഷം കുറഞ്ഞ വാല്യൂ ഏതാണെന്ന് നോക്കാം. പിന്നെ 75 ആണ് വരുന്നത്. 75 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 75 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 75 ഒരു പ്രാവശ്യമായിരുന്നു വന്നിരുന്നതെങ്കിൽ അവിടെ നമ്മൾ 2 എന്നുള്ള റാങ്ക് ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അതിന് പകരം നമ്മൾ 2 പ്രാവശ്യം വന്നതുകൊണ്ട് എന്ത് ചെയ്യുക? രണ്ടാമത്തതും മൂന്നാമത്തതും റാങ്ക് ആയിരുന്നു നമ്മൾ കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ 2 + 3 ഡിവൈഡഡ് ബൈ 2 പ്രാവശ്യമല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 + 3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 5/2 = 2.5 ആണ് നമ്മൾ 75ന് നേരെ റാങ്ക് ആയിട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? ഇവിടെ 75 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ റാങ്ക് മൂന്നാമത്തെ റാങ്കായിരുന്നു വരേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ 2 + 3. പിന്നെ എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 2 പ്രാവശ്യമാണ്. അപ്പോൾ 2 + 3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 5/2 = 2.5 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ആ 2.5 എന്നുള്ള വാല്യൂ ആണ് നമ്മളെവിടെ മാർക്ക് ചെയ്യേണ്ടത്? റാങ്ക് ഓഫ് എക്സിൽ 75ന് നേരെ മാർക്ക് ചെയ്യേണ്ടത്. ഇനി 75 കഴിഞ്ഞാൽ ഏതാണ് കുറഞ്ഞ വാല്യൂ? പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68 ആണ്. 75 കഴിഞ്ഞാൽ പിന്നെ 68 ആണ് വരുന്നത്. 68ൻ്റെ നേരെ നമ്മൾ ഏത് റാങ്കാണ് റെക്കോർഡ് ചെയ്യുക? 3 അല്ല റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മൾ 2 3 എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് 4ാമത്തെ റാങ്കാണ് നമ്മൾ 68ന് നേരെ റെക്കോർഡ് ചെയ്യുക. 68 കഴിഞ്ഞാൽ പിന്നെ ഏതാണ് വരുന്നത്? 64 ആണ്. 64 3 പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5ാമത്തെ റാങ്ക് വരണമായിരുന്നു, പിന്നെ 6ാമത്തെ റാങ്ക് വരണമായിരുന്നു, പിന്നെ 7ാമത്തെ റാങ്ക് വരണമായിരുന്നു. അപ്പോൾ 5 + 6 + 7 ഡിവൈഡഡ് ബൈ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 + 6 + 7 അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ എത്ര കിട്ടുക? 6 ആയിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പോൾ 6 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ 64ന് നേരെ എല്ലാ സ്ഥലത്തും റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ 6 റെക്കോർഡ് ചെയ്തു. അപ്പോൾ 64ന് ശേഷം പിന്നെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 55 ആണ്. 55ന് നേരെ നമുക്ക് 7 റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ 5 6 7 ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി 8ാമത്തെ റാങ്കാണ് നമ്മൾ 55ന് നേരെ കൊടുക്കുക. പിന്നെ ഏതാണ് വരുന്നത്? പിന്നെ 50 ആണ്. 50ന് നേരെ 9ാമത്തെ റാങ്ക്. പിന്നെ ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്നത് 40. 40ന് നേരെ 10 റാങ്ക് ചെയ്തു. അപ്പോൾ റാങ്ക് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് 4 6 2.5 9 6 1 2.5 10 8 6 റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ വൈൻ്റെ റാങ്ക് ചെയ്യുക. അപ്പോൾ വൈയിൽ എത്രയാണ് ടോപ്പ് എന്ന് നോക്കുക. 81 ആണ് ഏറ്റവും ടോപ്പ് നിൽക്കുന്നത്. അപ്പോൾ 81ന് നേരെ 1 എന്ന് കൊടുക്കുക. 81 കഴിഞ്ഞാൽ പിന്നെ ഏതാണ് വരുന്നത്? 70. 70ന് നേരെ 2 കൊടുക്കുക. 70 കഴിഞ്ഞാൽ പിന്നെ 68 ആണ് വരുന്നത്. 68 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 68 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 68 എത്രാമത്തെ പ്രാവശ്യം വരേണ്ടതായിരുന്നു? മൂന്നാമത്തതും 4ാമത്തതും വരേണ്ടതായിരുന്നു അല്ലേ? അപ്പോൾ 3 + 4 7 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 പ്രാവശ്യം. അപ്പോൾ 7 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ 3.5. അപ്പോൾ 68ന് നേരെ നമ്മൾ 3.5 2 സ്ഥലത്ത് റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഏതാ വരുന്നത്? 68 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 62 ആണ്. 62ൻ്റെ സ്ഥാനത്ത് നമുക്ക് 4 റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. 4 ഉപയോഗിച്ച് കഴിഞ്ഞു. പിന്നെ 5ാമത്തെ റാങ്കാണ് 62ന് കൊടുക്കുക. 62 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏതാണ് വരുന്നത്? 60 വരുന്നുണ്ട്. 60ന് നമ്മൾ 6ാമത്തെ റാങ്ക് കൊടുത്തു. 60 കഴിഞ്ഞിട്ട് പിന്നെ 58 വരുന്നുണ്ട്. 58ന് നമ്മൾ 7ാമത്തെ റാങ്ക് കൊടുത്തു. 58 കഴിഞ്ഞിട്ട് പിന്നെ ഏതാ വരുന്നത്? 50 വരുന്നുണ്ട്. 50ന് നമ്മൾ 8ാമത്തെ റാങ്ക് കൊടുത്തു. 48 ഉണ്ട്. 48ന് 9 45ന് 10 കൊടുത്തു. അപ്പോൾ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും റാങ്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ റാങ്ക് ചെയ്തതിൻ്റെ ഡിഫറൻസ് കാണാം. റാങ്ക് ഓഫ് എക്സിൻ്റെയും റാങ്ക് ഓഫ് വൈൻ്റെയും ഡിഫറൻസ് കാണാം. അപ്പോൾ 4 - 5 1. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് ചെയ്യാം. 1 1 1 1 5 5 1 1 0 4 കിട്ടും. അത് ഇനി അതിൻ്റെ എന്ത് ചെയ്യുക? ഡിഫറൻസിൻ്റെ സ്ക്വയർ കാണാം. d². അപ്പോൾ 1 1 1 1 25 25 1 1 0 16 = σ d² എന്ന് പറയുന്നത് 72 കിട്ടും.
അപ്പോൾ സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് 72 കിട്ടി. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം, ഏതൊക്കെ വാല്യൂസ് ആണ് എത്ര ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് കാണണം. അപ്പോൾ 75 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 75 ഒക്കേഴ്സ് 2 ടൈംസ് എന്ന് പറഞ്ഞിട്ട് എം ഈക്വൽ ടു എത്ര പ്രാവശ്യമാണ്, 2 പ്രാവശ്യമാണ്. അതിന് നേരെ ഇക്വേഷനായിട്ട് എം ക്യൂബ് മൈനസ് എം, അതായത് എം ക്യൂബ് എന്ന് വെച്ചാൽ 2 ക്യൂബ്, എം എന്ന് വെച്ചാൽ 2 ആണ്, 2 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ക്യൂബ് മൈനസ് 2 ഈക്വൽ ടു 6 കിട്ടും. പിന്നെ ഏതാ റിപ്പീറ്റ് ചെയ്യുന്നത്, 64 ഒക്കേഴ്സ് 3 ടൈംസ് എം ഈക്വൽ ടു 3. 64 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എം എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പോൾ എം ക്യൂബ് മൈനസ് എം ഈക്വൽ ടു 3 ക്യൂബ് മൈനസ് 3 ഈക്വൽ ടു 24 കിട്ടും. പിന്നെ ഏതാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, 68 ഒക്കേഴ്സ് 2 ടൈംസ് എം ഈക്വൽ ടു 2. 68 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എം ക്യൂബ് മൈനസ് എം ഈക്വൽ ടു 2 ക്യൂബ് മൈനസ് 2 ഈക്വൽ ടു 6 കിട്ടും. അപ്പോൾ ടോട്ടൽ എം ക്യൂബ് മൈനസ് എം ഈക്വൽ ടു 6 പ്ലസ് 24 പ്ലസ് 6. അപ്പം 6 കിട്ടുന്നുണ്ട്, 24 കിട്ടുന്നുണ്ട്, 6 കിട്ടുന്നുണ്ട്. അപ്പോൾ അത് 3 ടോട്ടൽ ചെയ്യുക. അപ്പോൾ 36 കിട്ടും. ടോട്ടൽ എം ക്യൂബ് മൈനസ് എം എന്ന് പറയുന്നത് നമുക്ക് 36 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, റാങ്ക് കോറിലേഷൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. റാങ്ക് കോറിലേഷൻ ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ പ്ലസ് എം ക്യൂബ് മൈനസ് എം ഡിവൈഡഡ് ബൈ 12 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1. അതായത് 1 മൈനസ് 6 ഇൻറ്റു 72 പ്ലസ് 36 ബൈ 12 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 മൈനസ് 1. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, 36 ഡിവൈഡഡ് ബൈ 12 നോക്കുക. 36 ഡിവൈഡഡ് ബൈ 12 എന്ന് വെച്ചാൽ 3 ആണ് കിട്ടുക. അപ്പോൾ 72 പ്ലസ് 3 75 കിട്ടും. അപ്പോൾ 1 മൈനസ് 6 ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ 990. അപ്പോൾ 6 ഇൻറ്റു 75 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക, 450 കിട്ടും. അപ്പം 450 ഡിവൈഡഡ് ബൈ 990 ചെയ്താൽ നമുക്ക് 0.454545 കിട്ടും. അപ്പോൾ 1 മൈനസ് 0.4545 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.545 ആയിരിക്കും. അപ്പോൾ ഈക്വൽ ടു 0.545 ആയിരിക്കും നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്.